ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിൽ ശ്വാസകുഴലുകളും ഉണ്ട്, പിന്നെ എയർ സാക്സും ഉണ്ട്. ഈ എയർ സാക്സിന്റെ ഉള്ളിൽ കഫം കെട്ടിക്കിടക്കുമ്പോഴാണ് ന്യൂമോണിയ ആവുന്നത്. ന്യൂമോണിയ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ടും ചിലപ്പോൾ വളരെ സിവിയർ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. ഈ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ചിലപ്പോൾ ജീവന് തന്നെ ആപത്താവാം. ഇതിൽ നമ്മൾ സാധാരണ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ചില റെഡ് ഫ്ലാഗ് സൈൻസ് ശ്രദ്ധിക്കുക. ചുമയോട് കൂടിയിട്ട് വളരെ ശക്തിയായിട്ടുള്ള പനി, വിറയലോട് കൂടിയിട്ടുള്ള പനി ഉണ്ടെങ്കിൽ, ശ്വാസം നീട്ടി വലിക്കുമ്പോൾ നെഞ്ചിൽ വേദന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അതേപോലെ ശ്വാസം മുട്ട് വരുന്നുണ്ട്, അല്ല വീട്ടിൽ പൾസ് ഓക്സിമീറ്റർ വെച്ചൊക്കെ നോക്കുമ്പോൾ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള സൈൻസ് ആണ്. കുറച്ച് പ്രായമായവരിലാണെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു മെമ്മറിയിലുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ഭയങ്കര ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതിന്റെ ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക്സ് ആണ്. ചെറിയ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓറൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഗുളികകളിലൂടെ തന്നെ വീട്ടിൽ പോയിരുന്ന് കഴിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷേ സിവിയർ ആയിട്ടുള്ള ഒരു ന്യൂമോണിയ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുക, വേണ്ട ട്രീറ്റ്മെന്റ് എപ്പോഴും എടുക്കുക.